ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ആയിരുന്നു പരീക്ഷയുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷയൊക്കെ നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. അപ്പോൾ നമുക്ക് ആകെ 8 പ്രവർത്തനങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 6 പ്രവർത്തനം മാത്രം നമ്മളോട് എഴുതിയാൽ മതി. അപ്പോൾ കൂട്ടുകാർക്ക് എളുപ്പമുള്ള 6 എണ്ണം മാത്രമായിരിക്കും എഴുതിയിരിക്കുക എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. പ്രവർത്തനം 1: നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും ജനാധിപത്യം ഒരു ജീവിത രീതിയാക്കി പ്രവർത്തിക്കണം. അതിലെ ചോദ്യം: താഴെ പറയുന്നവയിൽ ജനാധിപത്യ ജീവിത രീതിക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ജനാധിപത്യ ജീവിത രീതിക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് ഉച്ചഭക്ഷണത്തിനുള്ള വരിയിൽ ഇടിച്ചു കയറൽ. അതുപോലെ തന്നെ രണ്ടാമത്തത് വിദ്യാരംഗം കൺവീനിയർ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അനുവാദത്തോടെ വിദ്യാരംഗം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നു. ക്ലാസ് ലീഡർ ആരാകണമെന്ന് ക്ലാസ് ടീച്ചർ തീരുമാനിക്കുന്നു. ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ജനാധിപത്യ ജീവിത രീതിക്ക് അനുയോജ്യമായിട്ടുള്ളത്? അപ്പോൾ ഇതിൽ വിദ്യാരംഗം കൺവീനിയർ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അനുവാദത്തോടെ വിദ്യാരംഗം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. അത് രണ്ടുമാണ് ജനാധിപത്യ ജീവിത രീതിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇനി അതിലെ രണ്ടാമത്തെ ബി ചോദ്യം: ഒരു ജനാധിപത്യവാദിയാകാൻ നിങ്ങൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കും? 3 പ്രവർത്തനങ്ങൾ എഴുതുക. 3 പ്രവർത്തനങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഉത്തരം: റോഡ് നിയമങ്ങൾ പാലിക്കും, മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയില്ല, വരിയായി നിന്നുകൊണ്ട് മാത്രമേ സ്കൂളിൽ ബസ്സിൽ കയറൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഈ പ്രവർത്തനം 2: കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാണ്. ചോദ്യം: കുട്ടികൾ ക്ലാസ്സിൽ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഓരോരുത്തരും അവരവരുടെ രക്ഷകർത്താക്കളുടെ ജോലി കൂടി പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളുടെ ജോലി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. രാജു പറയാണ്: എൻ്റെ പിതാവ് ദേശീയപാത നിർമ്മാണ ജോലിയാണ്. രജനി: എൻ്റെ മാതാവ് വീടിനടുത്ത് തന്നെ ഒരു പച്ചക്കറി കട നടത്തുന്നു. രജില: എൻ്റെ മാതാവ് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ാണ്. റഫീഖ്: എൻ്റെ പിതാവ് ഗൾഫിലാണ്. കിട്ടുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കും. വീട്ടുചെലവിന് ആവശ്യമുള്ള പണം ഞങ്ങൾ ബാങ്കിൽ നിന്ന് എടുക്കും. ഇവരുടെ ഓരോരുത്തരുടെയും രക്ഷിതാക്കളുടെ വരുമാന സ്രോതസ്സും വരുമാനവും ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ആ ടേബിൾ താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ വിദ്യാർത്ഥികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരുമാന സ്രോതസ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വരുമാനവും. അപ്പോൾ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാജു ദേശീയപാത നിർമ്മാണ ജോലിയാണ് വരുമാന സ്രോതസ്സ്. അപ്പോൾ അതിൽ വരുമാനം ഏതാണ്? വരുമാനം കൂലിയാണ്. അപ്പോൾ കൂലിയാണ്. രണ്ടാമത്തേത് രജനി. അതിൽ വരുമാന സ്രോതസ്സ് എഴുതിയിട്ടില്ല. എന്താണ്? കച്ചവടമാണ്. അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ലാഭമാണ്. മൂന്നാമത്തേത് രജിലയുടെ അവിടെ എഴുതിയിട്ടില്ല. അതായത് വരുമാന സ്രോതസ്സും വരുമാനവും എഴുതിയിട്ടില്ല. മൂന്നാമത്തെ രജിലയുടെ ഏതാണ്? സർക്കാർ ജോലിയാണല്ലേ, സർക്കാർ ജോലി. അതുപോലെ തന്നെ നാലാമത്തേത് ശമ്പളമാണ്. ഇനി റഫീഖിൻ്റെ ബാങ്ക് നിക്ഷേപണം. അപ്പോൾ അത് ഏത് വരുമാനത്തിലാണ്? പലിശയാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി പ്രവർത്തനം 3: സുഹറയുടെ 3 കൂട്ടുകാരുടെ നാടിൻ്റെ പ്രത്യേകതകൾ വായിക്കും. ഷാഹിന: വരയാട്, സിംഹവാലൻ, കുരങ്ങ് എന്നീ ജീവികളെ എപ്പോഴും എനിക്ക് കാണാം. വീട്ടുപറമ്പിൽ ഈട്ടി, ചന്ദനം എന്നീ മരങ്ങളും ഉണ്ട്. ഇനി അനുവിൻ്റെ നോക്കാം. ചെറിയ കുന്നുകളും താഴ്വരകളും ഉള്ള പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണിത്. ഇനി ഷാജിയുടെ നോക്കാം. മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് എൻ്റെ വീട്. ഏകദേശം 7.5 മീറ്റർ ഉയരമുള്ള പ്രദേശം. ഇനി ഇതിലെ ചോദ്യം നോക്കാം. ഇവർ ഓരോരുത്തരും താമസിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? അപ്പോൾ നമ്മൾ 3 പേരുടെയും വായിച്ചു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ഏത് ഭൂപ്രകൃതിയിലാണ് അവർ ജീവിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം. ഷാഹിന എവിടെയാണ് ജീവിക്കുന്നത്? ഷാഹിന ജീവിക്കുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ്? മലനാട് ആണ് ഉത്തരം. അപ്പോൾ മലനാട് എഴുതുക. അതുപോലെ അനു എവിടെയാണ് ജീവിക്കുന്നത്? ഉത്തരം ഇടനാട്. ഷാജി തീരപ്രദേശം. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അതിലെ ബി ചോദ്യം നോക്കാം. കേരളത്തിലെ തുലാവർഷത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. തുലാവർഷത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വൈകുന്നേരങ്ങളുടെ ഇടിയോട് കൂടി മഴയാണ് തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂൺ എന്നും തുലാവർഷത്തെ അറിയപ്പെടുന്നു. ഈ പ്രവർത്തനം 4 ആണ് പറയുന്നത്. പ്രവർത്തനം 4 നോക്കാം. ഒരു ഭൂപ്രദേശത്തിൽ വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ കാണപ്പെടാറുണ്ട്.
എ ചോദ്യം, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സമതലങ്ങൾ, പീഠഭൂമികൾ, ദ്വീപുകൾ, മരുഭൂമി എന്നിവ കൂടാതെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റൊരു ഭൂരൂപം ഏതാണ്? ഉത്തരം പർവ്വതങ്ങളാണ്. അപ്പോൾ നമുക്കവിടെ പർവ്വതങ്ങൾ എന്ന് എഴുതാം. ഇനി അടുത്തത്, മഴക്കുറവ്, ജനവാസവും കൃഷിയും കുറവും, വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും തുടങ്ങിയ സവിശേഷതകളുള്ള ഭൂരൂപം ഏതാണ്? മരുഭൂമിയാണ്. മരുഭൂമി. ഇനി ഈ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപാണ്. ഇനി അതുപോലെ തന്നെ ഡക്കാൻ, ചോട്ടനാഗ്പൂർ, മാൾവേ എന്നിവ ഏത് ഭൂരൂപമാണ്? ഏതാണ്? ഉത്തരം പീഠഭൂമികളാണ്. ഇനി അടുത്തത് നോക്കാം. ഈ സമതലത്തെ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതാണത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ. ഇനി പ്രവർത്തനം 5, തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. ഈ ചോദ്യം, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കൊളാഷുകൾ വായിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഘടനകൾ ക്രമപ്പെടുത്തി എഴുതുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പത്രവാർത്തകൾ നോക്കാം. വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. സ്ഥാനാർത്ഥികൾ സ്ഥാനനിർണ്ണയം പത്രിക സമർപ്പിച്ചു തുടങ്ങി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. മാർഗനിർദ്ദേശ പത്രികകളുടെ സുരക്ഷ പരിശോധന പൂർത്തിയാക്കി. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിൽ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് 6 മണി വരെ. അപ്പോൾ ഇങ്ങനെയുള്ള കൊളാഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് തിരഞ്ഞെടുപ്പ് ഘടകങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. ബാക്കി എന്തൊക്കെയാണ്? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, അതുപോലെ തന്നെ വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പോൾ ഇങ്ങനെയാണ് ടേബിൾ കംപ്ലീറ്റ് ആക്കേണ്ടത്. ബി ചോദ്യം, എല്ലാ വോട്ടർമാർക്കും പങ്കെടുക്കുവാൻ അവസരമുള്ള ഘടകം ഇവയിൽ ഏതാണ്? വോട്ടെടുപ്പാണ്. പ്രവർത്തനം 6, സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. എ ചോദ്യം, ഗ്രഹങ്ങളെ കുറിച്ച് തിരിച്ചറിയൽ കാർഡുകൾ പൂർത്തിയാക്കും. അവിടെ താഴെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശനി നോക്കാം. ചുറ്റും വലയങ്ങളുണ്ട്, 30-ലധികം ഉപഗ്രഹങ്ങൾ ഉണ്ട്. ഇനി നമുക്ക് എന്തെഴുതാം? ചൊവ്വ, വ്യാഴം, അതുപോലെ തന്നെ ഒരു ഒരെണ്ണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? വ്യാഴത്തിൽ ഏറ്റവും വലിയ ഗ്രഹമാണ്, അതുപോലെ തന്നെ 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ഇനി നമുക്ക് അവിടെ മറ്റിടത്ത് നമുക്ക് ചൊവ്വയെ കുറിച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റുള്ള ഗ്രഹത്തെക്കുറിച്ച് എഴുതാം. അപ്പോൾ ഇവിടെ ചൊവ്വ എഴുതുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? 2 ഉപഗ്രഹങ്ങൾ, പണ്ട് ജലം ഒഴുകുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി യുറാനസ് ആണെങ്കിൽ 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലവെക്കാൻ 84 വർഷം വേണം. അങ്ങനെ നമുക്ക് ഓരോ ഗ്രഹത്തെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രഹത്തെക്കുറിച്ച് അവിടെ എഴുതാവുന്നതാണ്. ഇനി ബി ചോദ്യം, സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത്? ഉത്തരം ആദിത്യ L1. ഇനി പ്രവർത്തനം 7 എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ അടിസ്ഥാനമാക്കി ക്ലാസ്സിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രദർശനത്തിന് സംഘടിപ്പിക്കുകയാണ്. നിങ്ങളുടെ എതിർ ടീമിനോട് ചോദിക്കേണ്ട 5 ചോദ്യങ്ങൾ തയ്യാറാക്കുക. അതായത് എന്താണ്? ഭൂപടത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഭൂപടം നിരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനി അവസാനത്തെ പ്രവർത്തനം 8, സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. എ ചോദ്യം, വൻകരകളെ കുറിച്ചുള്ള സൂചനകളാണ് താഴെ തന്നിട്ടുള്ളത്. ഇവ വായിച്ച് വൻകരകൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. അപ്പോൾ അത് ഓരോന്ന് വായിച്ചിട്ട് അതിൽ ഏതൊക്കെ വൻകരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടുന്ന വൻകര, ഏറ്റവും വലിയ വൻകര ഏതാണ്? ഉത്തരം ഏഷ്യയാണ്. ഈ രണ്ടാമത്തേത്, കൂടുതൽ പ്രദേശങ്ങൾ മരുഭൂമി, നൈൽ നദി ഈ വൻകരയിലാണ്. ഉത്തരം ആഫ്രിക്ക. അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. ഏതാണ്? തെക്കേ അമേരിക്ക. ഇനി ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഈ വൻകരയാണ്. വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നു. ഏതാണ്? അന്റാർട്ടിക്ക. ഇനി അഞ്ചാമത്തേത്, ഏറ്റവും ചെറിയ വൻകര ദ്വീപ് എന്ന വിശേഷണവും ഉണ്ട്. ഏതാ? ഓസ്ട്രേലിയ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇപ്രാവശ്യം ഇന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എക്സാം നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.